പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാലക്കാട് മെഡിക്കൽ കോളേജിൽ സംവരണ തത്വം അട്ടിമറിക്കുന്നതിനെതിരെ വോട്ട് ബഹിഷ്കരണവും ഹർത്താലും ഉൾപ്പെടെ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ദളിത് ഗോത്ര ദേശീയ പാർട്ടി. മന്ത്രിമാരും പട്ടികജാതി പട്ടികവർഗ അധികാരികളും നൽകിയ ഉറപ്പ് ലംഘിക്കപ്പെടുകയാണെന്നും സംസ്ഥാന പ്രസിഡന്റ് എൻ കരിങ്കരപ്പള്ളി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പട്ടിക വിഭാഗങ്ങൾക്ക് ജോലിയിൽ 72% സംവരണം എന്ന ഉറപ്പ് തുടരെ ലംഘിക്കുകയാണ്. PTA-യും മെഡിക്കൽ കോളേജ് അധികൃതരും സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെച്ചാണ് പ്രവർത്തിക്കുന്നത്. കോവിഡ് കാലത്ത് ജോലി ചെയ്തവരെ ഒഴിവാക്കി. രാഷ്ട്രീയ ശുപാർശയിൽ അനധികൃത നിയമനങ്ങൾ തകൃതിയായി നടക്കുകയാണ്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പരിശീലനം നൽകിയ ശേഷം ഇവരെ അകറ്റി നിർത്തുകയും താൽക്കാലിക നിയമനം എന്ന പേരിൽ അനർഹരെ തിരികെ കയറ്റുകയുമാണ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിവേദനങ്ങൾ നൽകുകയും മന്ത്രിമാരെ നേരിൽ കാണുകയും ചെയ്തിട്ടും ഫലമില്ലാത്ത സ്ഥിതിയാണ്. പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മെഡിക്കൽ കോളേജിൽ ജോലി സംവരണം പാലിക്കാത്തതിനാലാണ് സമരത്തിനിറങ്ങുന്നതെന്നും എൻ കരിങ്കരപ്പള്ളി പറഞ്ഞു. പരിഹാരം ഉണ്ടാക്കുന്നില്ല. മാത്രമല്ല, ആ മെഡിക്കൽ കോളേജിൽ പിൻവാതിൽ നിയമനങ്ങൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നു. ആ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ തമ്മിൽ പങ്കുവെച്ചുകൊണ്ടാണ് നിയമനങ്ങൾ നടത്തുന്നത് എന്നുപോലും ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോട് ഞങ്ങൾ സജീവമായി രംഗത്ത് വന്നിട്ടും സർക്കാരിനോട് ബോധിപ്പിച്ചിട്ടും അത് ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യുന്നില്ല. അതിനുവേണ്ടി അതിനെതിരെ പോരാടുന്നതിന് വേണ്ടി 26, 27, 28 തീയതികളിൽ സെക്രട്ടേറിയറ്റ് നല്ലൊരു കുത്തിയിരിപ്പ് സമരം നടത്തുകയും വിശദമായ വിവരങ്ങൾ ധരിപ്പിച്ചു തയ്യാറാക്കിക്കൊണ്ട് സംസ്ഥാന ഭാരവാഹികളായ KK പുഷ്പലത, രാമചന്ദ്രൻ C എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.